أحدا സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയമായ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധിക്കുന്ന സന്ദർഭങ്ങളാണ് വിശുദ്ധ റമദാനിൻ്റേത്. ഒരു നോമ്പുകാരന് ലഭിക്കുന്ന സന്തോഷാവസ്ഥയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് രണ്ട് കാര്യങ്ങളിലാണ്. ഫർഹത്താൻ എന്നാണ് സൂചിപ്പിച്ചത്. ഫർഹത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഫർഹത്താനി രണ്ട് സന്തോഷ അവസരങ്ങൾ. ഒന്നാമത്തേത് ദുനിയാവിലും രണ്ടാമത്തേത് പാരത്രിക ലോകത്തും. ഒന്നാമത്തേത് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷവേളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിച്ച ഒരു വ്രതാനുഷ്ഠാനം അൽഹംദുലില്ലാഹ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു സന്തോഷാവസ്ഥയുണ്ട്. രണ്ടാമത്തേത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ആ ഒരു സന്ദർഭമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു നിമിഷമാണ് തൻ്റെ റബ്ബിനെ നേരിൽ കാണാൻ സാധിക്കുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാകണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കർമ്മങ്ങളും നാം അനുഷ്ഠിക്കേണ്ടത്. വളരെ കുറഞ്ഞ നൈമിഷികമായ സമയ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിപരുത്ത പായയിൽ കിടന്നുറങ്ങി ശരീരത്ത് പാടുകൾ കണ്ടു സ്വഹാബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് കിടക്കാൻ വേണ്ടി ഒരു മെത്ത ഉണ്ടാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്ന യാത്രക്കാരൻ്റെ അവസ്ഥയാണ് ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം. ശാശ്വതമല്ല, വിട്ടു പോകേണ്ടതാണ്, വിട്ടേച്ചു പോകേണ്ടതാണ്. അവസാനം എത്തിച്ചേരുന്നത് ആരാണോ ദുനിയാവിലേക്ക് വിട്ടത് അവങ്കലേക്കാണ് നമ്മുടെ മടക്കമുണ്ടാകുന്നത്. ആ മടക്കമാണ് ഓരോ മരണവാർത്തകൾ കേൾക്കുന്ന സമയത്ത് നാം പറയുന്നത്, ഇന്നാ ലില്ലാഹി, നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്, വ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരുമാണ്. ആ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അനുകൂലമാകുന്നൊരു സാഹചര്യം ലഭിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും റമദാനിലെ ആത്മപരിശോധന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ എന്തു ചെയ്യണം? അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ കഹഫിലെ അവസാന ഭാഗത്തെ ആയത്ത്. فَمَنْ كَانَ يَرْجُو لِقَاءَ رَبِّهِ فَلْيَعْمَلْ عَمَلًا صَالِحًا وَلَا يُشْرِكْ بِعِبَادَةِ رَبِّهِ أَحَدًا. ഫമൻ, അപ്പോൾ ആരെങ്കിലും, കാന യർജു ലിഖാഅ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ ഫൽയഅമൽ, അവൻ ചെയ്തു കൊള്ളട്ടെ, അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. അമൽ സ്വാലിഹ് രണ്ടും രണ്ടാണ്. അമൽ അതിനൊരു കൃത്യതയും വ്യക്തതയുമില്ല, ഒരുപാട് നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അമൽ സ്വാലിഹ്, സ്വാലിഹായ നല്ലതായ സ്വീകാര്യമാകുന്ന കർമ്മങ്ങളാകണം. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വാരിക്കോരി ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല.
ഒരു വിശ്വാസിക്ക് ഏൽക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോടും തൻ്റെ കഴിവിൽപ്പെട്ടതല്ലാത്ത യാതൊന്നും നാം അനുശാസിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ ദഅവത്തിനായി പല ഭാഗത്തേക്ക് പറഞ്ഞേക്കും. പ്രവാചകൻ അവർക്ക് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം യസ്സിറൂ വലാ തുഅസ്സിറൂ. ഈ ദഅവത്തുമായി നിങ്ങൾ നടക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ, യസ്സിറു, നിങ്ങൾ അവർക്ക് സൗകര്യമുണ്ടാക്കണം, എളുപ്പമുണ്ടാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു, ഒരു ഞെരുക്കമുണ്ടാക്കുവാൻ പാടില്ല. പ്രയാസകരമാകുന്നൊരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. നമുക്ക് ഏൽക്കാൻ പറ്റുന്നവ മാത്രമേ അള്ളാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ പ്രഭാതത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അത്താഴം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന് ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചു. നോമ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് ധൃതി കൂട്ടുന്ന കാലമത്രയും ഖൈറാണെന്ന് പഠിപ്പിച്ചു. കാരണം ഒരിക്കലും അതൊരു ഭാരമാകുന്ന അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല എന്നുള്ളതാണ്. ചെയ്യുന്ന കർമ്മങ്ങൾ അത് സ്വാലിഹായ കർമ്മങ്ങളാകണം, സ്വീകാര്യമാകുന്ന കർമ്മങ്ങളാകണം. ദിക്റുകളാണ്, ദുആകളാണ് എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് എഴുതി വിട്ടിട്ട് കുറേ കാലങ്ങളായി മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലാറുണ്ട്. ആ ദിക്റുകളുടെ എണ്ണവും വലിപ്പവും ഒക്കെ നോക്കിയാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരുപാട് ദിക്റുകൾ, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് ദിക്റുകൾ, അങ്ങനെ കുറെ പുതുതായി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് ഈ അടുത്തിപ്പോൾ വായിച്ചത്. പരീക്ഷാ കാലഘട്ടമാണ്. അപ്പോൾ പരീക്ഷ എല്ലാം എഴുതിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോഴാണ് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ലാ ബാഖിയ ഇല്ലല്ലാഹ്. പരീക്ഷ എല്ലാം കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാ ബാഖിയ ഇല്ലല്ലാഹ്. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം പഠിച്ചവരെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനി അല്ലാഹ് അല്ലാതെ ബാക്കിയൊന്നുമില്ല. ഇതെവിടെ നിന്നാണ്, എങ്ങനെയാണ് കുട്ടികളോട് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കുറെ പരീക്ഷ പേപ്പർ മടക്കുമ്പോൾ ഇങ്ങനെ മറന്നുപോയാൽ ഇങ്ങനെ കുറേ ദുആകൾ ആളുകൾ കേൾക്കുമ്പോൾ ദുആയല്ലേ ദിക്റല്ലേ എന്നാണ്. ഒരു ദിക്റാണെങ്കിലും ദുആയാണെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതാകണം. ഇങ്ങനെയാകുമ്പോഴാണ് ഒരു കർമ്മത്തിന് അതിൻ്റെ സ്വീകാര്യതയുണ്ടാകുന്നത് പോലും. എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആരാധനാ കർമ്മത്തിൽ കുറച്ച് തീവ്രത കാണിച്ച അനുചരന്മാരുണ്ടായിരുന്നു. അവരെടുത്ത നിലപാടുകൾ രാത്രിയിൽ ഉറങ്ങാതെ നിന്ന് നമസ്കരിക്കും. ഇനി ഉറങ്ങില്ല, രാത്രി മുഴുവനായി നമസ്കരിക്കും. കാലാകാലം വ്രതം അനുഷ്ഠിക്കും. വിവാഹം കഴിക്കാതെ നല്ല സന്യാസ ജീവിതം നയിച്ച് ഇബാദത്തുകളുമായി മുഴുകിപ്പോകും. നല്ല നല്ല കാര്യങ്ങൾ ആ സ്വഹാബികൾ സ്വയം തീരുമാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ നോമ്പ് പിടിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ ശരീരപ്പെടാത്തത് ആരെങ്കിലും ചെയ്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ ആരാധന തീവ്രത എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പാടില്ല. കാരണം അങ്ങനെ വന്നാൽ അതൊരു ഭാരമാകും. ഈ ഭാരം ചുമത്തൽ വന്നപ്പോഴാണ് പലപ്പോഴും യുവതലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇബാദത്തുകൾ ഒരു ഭാരമായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിയത്. മറിച്ച് ഇതൊരു സൗകര്യപ്രദമാണ്, സന്തോഷപ്രദമാണ്, ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് എന്ന കാഴ്ചപ്പാട് കൊടുത്താൽ ആളുകൾക്ക് വളരെ വേഗത്തിൽ ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. ഫൽ യഅമൽ അമൽ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. കൂടെ അല്ലാഹു പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. വലാ യുശ്രിക്, നീ പങ്കു ചേർക്കരുത്. ബിഇബാദത്തി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനോടുള്ള ആരാധനയിൽ അഹദൻ, ഒരാളെയും പങ്കു ചേർക്കാനും പാടില്ല. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസി
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ശിർക്കില്ലാത്ത വിശ്വാസത്തിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ, ആരാധനയിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. അതുകൊണ്ട് അള്ളാഹു കർമ്മം സ്വീകരിക്കുന്നത് ശിർക്കില്ലാത്ത സമൂഹത്തിൻ്റെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ റമളാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല. വിശ്വാസ രംഗത്തെ ശുദ്ധീകരണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ബാക്കിയുള്ള മേഖലകളിലെല്ലാം ശുദ്ധീകരണം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ കാലഘട്ടം 23 വർഷക്കാലമാണ്. അതിൽ 13 കൊല്ലക്കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ചെലവഴിച്ചത് വിശ്വാസ രംഗത്തിന് വേണ്ടി മാത്രമാണ്. ബാക്കി 10 കൊല്ലക്കാലത്തെ മദീന ജീവിതത്തിലാണ് അനുഷ്ഠാന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. വിശ്വാസ മേഖലയിൽ വിശുദ്ധി ഉണ്ടായപ്പോൾ ബാക്കിയുള്ള മേഖലകൾക്കെല്ലാം ശുദ്ധീകരണം ഉണ്ടായി. അതുകൊണ്ട് നമസ്കരിക്കണമെന്ന് ആവർത്തിച്ച് അവരോട് പറയേണ്ടി വന്നിട്ടില്ല. സമയമായാൽ ഇബാദത്തിലേക്ക് വരാൻ സന്തോഷത്തോടുകൂടി അവർ വരും. നമസ്കരിക്കുന്ന മുസ്ലിമീങ്ങളും നമസ്കരിക്കാത്ത മുസ്ലിമീങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലില്ല. എല്ലാവരും നമസ്കരിക്കുന്നവരായി തീർന്നു. അതുപോലെ തന്നെ സക്കാത്തിന് വേണ്ടി വാവിട്ടൊരുപാട് പണ്ഡിതന്മാർ പറയേണ്ട ആവശ്യം വന്നില്ല. സക്കാത്ത് കുമിഞ്ഞു കൂടി അവസാനം ആളുകൾ വാങ്ങാത്ത, ആളുകൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇന്നോ സക്കാത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ. സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ വേണ്ട രൂപത്തിൽ അത് നിർവഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണ്. ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി ഈ സമൂഹത്തിന് ഉപകാരപ്പെടണമെങ്കിൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള സക്കാത്തിന്റെ സംവിധാനങ്ങളിലേക്ക് ഈ സമുദായം കടന്നു വന്നാൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവിടെ ആ സക്കാത്തിന്റെ സംവിധാനത്തിലേക്ക് അവർ വന്നത് വിശ്വാസ മേഖലകൾ കൃത്യമായി മനസ്സിലാക്കിയെടുത്തപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആ രൂപത്തിൽ ഈമാൻ അടിയുറച്ച രൂപത്തിലേക്ക് ആക്കി തീർക്കുകയും പരലോകം എന്ന് പറയുന്നത് ഉള്ളതാണ്, സത്യമാണ് എന്ന് മനസ്സിലാക്കി അതിൽ അടിയുറച്ച് വിശ്വസിക്കുക. പരലോകബോധം കേവലം ഒരു വിശ്വാസത്തിലല്ല പഠിപ്പിച്ചത്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ. അവർ പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ള ആളുകളാണ്. ചിലപ്പോൾ ഉണ്ടാകുമില്ല എന്നതിലല്ല. പരലോക ജീവിതം, പരലോകം എന്നത് യാഥാർത്ഥ്യമാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം യാഥാർത്ഥ്യമാണ്. വന്നാറു ഹഖ്ഖുൻ, നരകവും ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ പരിശ്രമിക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നത് വിശുദ്ധ റമളാനിലാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഓരോ നിമിഷങ്ങളെയും നന്മയിലാക്കി തീർക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ ഓരോ കർമ്മങ്ങളുടെയും അവസാനത്തിൽ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ ഉണ്ടാകണം. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിന്റെ രാപ്പകലുകൾ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. തൗഹീദിലൂന്നിയ ഒരു ആദർശബോധത്തോടുകൂടി വളരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ സമൂഹത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ശിർക്ക്, അന്ധവിശ്വാസ, ബിദ്അ മേഖലകളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും.